കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കൺമണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹം നൽകി ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരമായി മാറുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതയാത്രയെ സുഖകരമാക്കാൻ ശുഭദായകമാക്കാൻ ഞങ്ങൾക്കായി മുൻപേ ദൂതനയച്ച് വഴിയൊരുക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഗ്നിസ്തംഭമായും മേഘത്തൂണായും ശിഷ്യൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ ഇന്നും എന്നും എപ്പോഴും കരുത്തിൻ്റെ സാധ്യതയൊരുക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ആരാധന നടത്തി അമ്മയെക്കുറിച്ച് ധ്യാനിച്ച് അമ്മയുടെ ജീവിതത്തിൽ വിശുദ്ധരൊക്കെ അനുഭവിച്ചറിഞ്ഞ ആത്മീയ വിചാരങ്ങളെ ഒന്ന് വിടർത്തി മനസ്സിലാക്കി നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. ഏതാണ്ട് അവസാനത്തോളം അത് എത്തി നിൽക്കുന്നു. ഒക്ടോബറിൻ്റെ അവസാനത്തെ 10 ദിവസം ലോകത്തിലെവിടെ നിങ്ങളായിരുന്നാലും ശലോമിലൂടെ ഈ ശുശ്രൂഷയിൽ വളരെ ആഗ്രഹത്തോടുകൂടിയിട്ട് 10 ദിനങ്ങളിൽ പങ്കെടുക്കുമ്പം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കൃപ നൽകാൻ, അനുഗ്രഹം നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരുക്കത്തിൻ്റെ അടിസ്ഥാനമെന്നോണം ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞത് ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ പകൽ മേഘത്തൂണായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. അത് മറിയത്തിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മ പ്രതീകാത്മകമായിട്ട് ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ പകൽ മേഘത്തൂണായി. ആ സമൂഹം കടന്നു പോകുന്ന വഴികളിലൊക്കെ അവർക്ക് പരിക്കു പറ്റാതിരിക്കാൻ വേണ്ടി അവർക്ക് മുകളിൽ ഇങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ മേഘത്തൂണായി ഉണ്ടായിരുന്നത് പോലെ രാത്രിയിൽ അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ഇരുട്ടിൻ്റെ മറവിൽ അവരുടെ ജീവിതങ്ങൾക്ക് പരിക്കു പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ച് തെരഞ്ഞെടുത്ത് മേഘത്തൂണിനെ അനുഗ്രഹത്തിൻ്റെ പ്രകാശഗോപുരത്തെ അയച്ചതുപോലെ പരിശുദ്ധയമ്മ ഇന്നും എന്നും നമ്മുടെ ജീവിതത്തിൽ ഈ 2 തലങ്ങളിലൂടെയും നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളൊക്കെയും ഒരുപാട് മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുക. ഇസ്രായേലിന് വളരെ വേഗത്തിൽ എത്താമായിരുന്ന ഒരു കാനാൻ ദേശത്തേക്ക് നേർവഴിയിലൂടെ പോകാതെ ഒരു മരുഭൂമിയുടെ അനുഭവങ്ങൾ താണ്ടി അവർ കടന്നു പോവുകയാണ്. അവിടെ തമ്പുരാൻ അവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം ദൈവാശ്രയത്തിൻ്റെ, ദൈവകൃപയുടെ, ദൈവകരുതലിൻ്റെ വഴികളാണ്. ആ മരുഭൂമിയുടെ യാത്രയിലുടനീളം ദൈവം അവർക്ക് വേണ്ടും വിധം അനുഗ്രഹങ്ങൾ സമയോചിതമായിട്ട് കൊടുത്തവരെ കൊണ്ടുപോവുകയാണ്.
ഒരുപിടി അത്ഭുതങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ചെങ്കടൽ കടക്കുന്നതും, മാറായിലെ കയ്പനീരിനെ മധുരിക്കുന്ന വെള്ളമാക്കി മാറ്റുന്നതും, മന്നയും കാടപ്പക്ഷിയും കൊടുക്കുന്നതും. അങ്ങനെ ഇസ്രായേലിൻ്റെ ജീവിതത്തിലുടനീളം വലിയ കോട്ടകളെ തകർക്കാൻ ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ പതറി നിൽക്കുമ്പം സമൂഹമൊരുമിച്ച് കുഴലൂതി പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ടകൊത്തളങ്ങളെ തച്ചുടയ്ക്കുന്നതുമൊക്കെ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ടു കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പം വളരെ കൃത്യതയോടുകൂടെ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. വിശ്വാസത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തെ, ദൈവിക പദ്ധതിയെ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളെ തേടിപ്പിടിച്ചിട്ട് ഇണങ്ങുന്ന ജീവിതത്തിൻ്റെ ചുവടോടുകൂടെ ആ മരുഭൂമി യാത്രയെ കൊണ്ടുപോയാൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവിക പദ്ധതികളെ തകിടം മറിച്ചവരും, മോശ പോലും ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ, ദൈവം ആഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട് ചെയ്ത പ്രവൃത്തി മൂലം ഈ തേനും പാലും ഒഴുകുന്ന കാനാനിനെ ഒന്ന് കാണാൻ മാത്രം ഭാഗ്യം കിട്ടിയവനായി മാറിയെങ്കിൽ, 10 കൽപ്പനകളുമായിട്ട് മലയിറങ്ങി വരുന്ന മോശയുടെ മുൻപിൽ അത്ര ക്ഷണികമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചവരും, വലിയ ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് വിമുഖതയുള്ളവരും തീർന്നില്ല. തങ്ങൾക്ക് പ്രിയങ്കരമായ പഴയ ജീവിതത്തിൻ്റെ പാഴ്കർമ്മങ്ങളിലേക്ക് ചുവടുമാറ്റിയിട്ട് കളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്നവരുമായ ഇസ്രായേൽ സമൂഹത്തോട് ദൈവത്തിൻ്റെ കഠിന നിലപാടിൻ്റെ മുമ്പിൽ പോലും മോശ മധ്യസ്ഥനായിരുന്നു കൊണ്ട് വീണ്ടും ഇസ്രായേൽ ജീവിതത്തിൻ്റെ, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയ്ക്ക് വേണ്ടതൊക്കെ വീണ്ടും വിധം ക്രമപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ പറയും, വിശുദ്ധ ലോറൻസിലെ റിച്ചാർഡ് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. മേഘവിരിപ്പ് പോലെ നിന്ന് അവൾ ദൈവനീതിയുടെ കഠിന ചൂടിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു. അഗ്നി പോലെ അവൾ പിശാചുക്കൾക്കെതിരെ നിന്ന് നമ്മെ പ്രതിരോധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ 2 പ്രതീകങ്ങൾ എന്ന് വെച്ചാൽ, മേഘവിരിപ്പ് പോലെ നിന്ന് അവൾ ദൈവനീതിയുടെ കഠിന ചൂടിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ദൈവനീതിയുടെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഓസോൺ പാളി കോട്ടയുണ്ടായി കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുണ്ടാകുന്ന പ്രശ്നം പോലെ ദൈവത്തിൻ്റെ നീതിയുടെ കണ്ണിലും നീതിയുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളെയും ഒന്ന് അളന്നു തൂക്കി ആനുപാതികമായിട്ട് നമ്മെ അനുഗ്രഹിക്കാനും നമുക്ക് അനുഗ്രഹം നിഷേധിക്കാനും ദൈവം തീരുമാനിച്ചാൽ നമ്മുടെ അവസ്ഥ ഭയാനകമായിട്ട് മാറും. അതുകൊണ്ട് നിധിസൂര്യനായ തമ്പുരാൻ്റെ അരികിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതികഠിനമായി മാറുന്ന അനുഭവങ്ങളെ അമ്മ മേഘവിരിപ്പിൻ്റെ രൂപത്തിൽ ഒന്ന് തടയുകയാ പ്രിയപ്പെട്ടവരെ. എന്തൊരു വിസ്മയമാണെന്ന് നോക്കിക്കേ. നാം ഓരോരുത്തരും ഈ മരുഭൂമി യാത്രാനുഭവത്തിലൂടെ കടന്നു പോകുമ്പം എപ്പോഴും ജീവിതത്തിൽ ഓർക്കണം, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ജീവിതം മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകും. ചിന്തിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ജീവിതാന്തസ്സിൽ എന്തുണ്ടാവും? ചില മരുഭൂമി അനുഭവങ്ങൾ, ഒരു പച്ചപ്പില്ലാത്ത അനുഭവങ്ങൾ, ഒരു തണൽമരം പോലും ഇല്ലാത്ത അനുഭവങ്ങൾ. അങ്ങനെ ഉണ്ടാകുന്ന വേളകളിലൊക്കെ വലിയ കൃപയോടുകൂടിയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവിടെ നമ്മളെ സഹായിക്കാൻ ആരും വരില്ല, ആരും വരണമെന്നില്ല. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു മരുഭൂമിയിൽ ഹാഗാറിനെ പോലെ ഒറ്റയ്ക്ക് നിലവിളിച്ചു കരയുന്ന അനുഭവങ്ങൾ, ഇരുളാർന്ന രാത്രിയുടെ അനുഭവങ്ങൾ, വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും അമ്മ ത്രേസ്യയുടെയും ഒക്കെ ജീവിതം പറയുന്നത് പോലെ, ഫൗസ്റ്റീന പുണ്യവതി പറയുന്നത് പോലെ, ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ ദൈവം പറഞ്ഞ പ്രകാരം ജീവിതത്തിൽ പലതും ചെയ്തിട്ടൊടുവിൽ സങ്കടത്തോടു കൂടിയിട്ട് ദൈവം പോലും കൈവിട്ട അനുഭവങ്ങൾ. ഫൗസ്റ്റീന പുണ്യവതി അത് വിളിച്ചു പറയുന്നുണ്ട്. ദൈവമേ, നീ പറഞ്ഞത് പ്രകാരം, നീ കാട്ടിയതനുസരിച്ച്, നീ തന്ന ബോധ്യങ്ങളുടെ പിൻബലത്തിൽ ഞാൻ എടുത്ത തീരുമാനം, ഞാൻ തുടങ്ങിയ സഭാസമൂഹം അതെൻ്റെ ജീവിതത്തിന് സങ്കടം മാത്രം തീർത്ത് നൊമ്പരം മാത്രമേകി നിൽക്കുമ്പം നീ എന്ത് അതിക്രമമാണ് എന്നോട് കാണിക്കണത്? നീ പറഞ്ഞിട്ടല്ലേ ഞാനതൊക്കെ ചെയ്തത്? എന്നിട്ട് വിശുദ്ധ പറയാണ്, ഇങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട് തമ്പുരാൻ ഇടപെടുമെന്ന്. എന്താ വെച്ചാൽ ഇത്തരം മരുഭൂമി അനുഭവങ്ങളൊക്കെ വിശുദ്ധ ജീവിതങ്ങൾ ആവോളം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
പ്രത്യേകിച്ചും വിശ്വാസത്തോട് ബന്ധപ്പെടുത്തിയ മേഖലയിൽ, ശുശ്രൂഷയുടെ മേഖലകളിൽ, ആത്മീയതയോടെ നേരം തേടിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ തമ്പുരാൻ പറയാം, ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള തകർച്ചകളും ദുരിതങ്ങളുമൊക്കെ വരും. ശുശ്രൂഷയുടെ ഭാഗമായി കഴിയുന്ന ഒരു സഹോദരനും കുടുംബവും എന്നോട് പറയുക, എൻ്റെ അച്ഛാ, ജീവിതത്തിൽ ശുശ്രൂഷയുടെ ബലമല്ലാതെ നീക്കിയിരിപ്പെന്ന് പറയാനായിട്ടൊന്നുമില്ലാതിരിക്കെ കോവിഡിനോട് ബന്ധപ്പെടുത്തി പല പദ്ധതികൾ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും ഗുണപരമായി മാറിയില്ല, ഫലദായകമായി മാറിയില്ല. അധ്വാനങ്ങളൊക്കെ വൃഥാവിലായി, വ്യർത്ഥമായിട്ട് മാറി. വീണ്ടും ഞാനൊരു വലിയ ബോധ്യത്തിലേക്ക് മടങ്ങി വരിക. ഇത്രയെല്ലാമായിട്ടും ജീവിതത്തിൽ മക്കളൊക്കെ സുരക്ഷിതമായ ഒരു സങ്കേതത്തിലെത്തിയപ്പം, നല്ല തൊഴിലും നല്ല സാധ്യതകളിലേക്കുമൊക്കെ അവരെത്തിയപ്പം എന്നോട് തമ്പുരാൻ പറയാതെ ഇങ്ങനെ ആവർത്തിച്ച് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തലായിട്ട് പകർന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. നല്ല ബോധ്യം നിന്ന് തമ്പുരാൻ പറഞ്ഞു, നീ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ, ദൈവം നൽകുന്ന ആ തണൽ പറ്റി നടന്നാൽ നിൻ്റെ ജീവിതം ലക്ഷ്യത്തിൽ സുരക്ഷിതമായി എത്തിയിരിക്കും. അദ്ദേഹം എന്നോട് പറയുക, എൻ്റെ അച്ഛാ, ഈ ദൈവത്തിൻ്റെ വഴിവിട്ട് ജീവിക്കാനായിട്ട്, വഴിവിട്ട് മോശമായി ജീവിക്കുന്ന അർത്ഥമില്ല, എങ്കിലും ശുശ്രൂഷയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാലോ എന്ന് കരുതിയപ്പം ഒരു കാരണവശാലും മുൻപോട്ട് പോകാനാവാത്ത വിധം പിശാച് ജീവിതത്തെ അങ്ങ് പിടിച്ചു നിർത്തിയ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധൻ വീണ്ടും പറഞ്ഞില്ലേ, അഗ്നി പോലെ അവൾ പിശാചുകൾക്കെതിരെ നിന്ന് നമ്മെ പ്രതിരോധിക്കും. പിശാച് കടന്നു വരുമ്പം ഒരഗ്നിയുടെ വലയം സൃഷ്ടിക്കുകയാണ്, പിന്നെ പോകാൻ പറ്റിയില്ല. ഈ കാട്ടുതീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു ഫയർ വേലി ഉണ്ടാക്കും. ചുറ്റുപാടുമൊക്കെ അല്പം ദൂരെ ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിച്ച് അവിടെ ഈ തീ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ ചെയ്യുന്ന പോലെ അതിൻ്റെ മറ്റൊരു വഴിയാണ് വലിയ അഗ്നിയുടെ വേലി കെട്ടി പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ അമ്മയെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് സഭാപിതാക്കന്മാർ പറയണത്. ഇസ്രായേലിനെ പോലെ നമ്മൾ ഓരോരുത്തരും ഈ രാത്രിയുടെ യാമങ്ങളിൽ ഇരുളിൽ തപ്പിത്തടയുന്ന അനുഭവങ്ങളില്ലേ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം ഓർമ്മപ്പെടുത്തും പോലെ, സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടില്ല, ഇരുട്ടവൻ്റെ കണ്ണുകളെ അന്ധമാക്കുന്നതിനാൽ എവിടേക്ക് പോകുന്നുവെന്നറിയുന്നില്ല. എന്തൊരു ഭയാനകമാണെന്നറിയണ്ടേ. ചില ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. പകൽ പോലെ വെളിച്ചമുണ്ടായിട്ടും തീരുമാനങ്ങൾ തെറ്റുന്നു. വളരെ കൃത്യതയോടുകൂടിയിട്ട് സാധ്യതകൾ ഒരുപാടുണ്ടായിട്ടും ചെന്നുവിടുന്നത് ഒരാൾ കൊടുക്കില്ല. നമ്മളെ തേടി ഇങ്ങനെ ദുരന്തങ്ങൾ വന്നുപെടുന്നത് പോലത്തെ അനുഭവങ്ങൾ. ഒരുപാട് ഓപ്ഷൻ മുമ്പിലുണ്ടായിരിക്കെ ഏത് തിരഞ്ഞെടുക്കുമെന്നറിയാതെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്ന വിധം, തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും നേരെയാക്കാൻ കഴിയാത്ത വിധമുള്ള കെണികളായിട്ട് മാറുന്ന അനുഭവങ്ങൾ. എത്രയോ ജീവിതങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ അച്ഛാ, എങ്ങനെ ഞാൻ അവിടെ ചെന്നുപെട്ടു എന്നറിയത്തില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ആരോ എന്നോട് അങ്ങനെ പറഞ്ഞു, ഓടിച്ചെന്നു, കാര്യം ചെയ്തു, കുടുങ്ങി. മക്കളുടെ പഠനത്തോട് ബന്ധപ്പെടുത്തി ആരൊക്കെയോ പറഞ്ഞു ഒരു കോഴ്സ് തിരഞ്ഞെടുത്തും അവിടെ അതുണ്ട് ഇതുണ്ട് ഓഫറുകൾ പലതുമുണ്ട്, അത് വലിയ സാധ്യതയുള്ള കോഴ്സാണ്, എല്ലാം പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ലേ, ഓടിച്ചെന്നു, ആ പരിപാടിയിൽ ചെന്നുപെട്ടു. പിന്നെ ജീവിതയാത്രയിൽ ഇങ്ങനെ വല്ലാണ്ട് വേദനിച്ച് സങ്കടപ്പെട്ട് കഴിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകൽ ജീവിതത്തിൻ്റെ ഈ ദൈവനീതിയുടെ ചൂടിൻ്റെ മുൻപിൽ, ദൈവനീതിയുടെ കാഠിന്യത്തിൻ്റെ മുൻപിൽ നമ്മെ തടയാൻ വേണ്ടിയിട്ട് മേഘത്തൂണായിട്ട് കടന്നു വരും. നമ്മുടെ മാനുഷിക ബലഹീനതകൾ കൊണ്ട്, നമ്മുടെ വൈകാരികമായ വീഴ്ചകൾ കൊണ്ട്, നമ്മുടെ അപക്വത കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ സഹജമായ വീഴ്ചയുടെ സാധ്യതകളെപ്പോലും കണ്ടിട്ട് അമ്മ എന്ത് ചെയ്യും? അമ്മ ഇങ്ങനെ ആ ദൈവനീതിയിൽ നിന്ന് കടന്നു വരുന്ന ശിക്ഷയുടെ സാധ്യതകളെ ഒരു മേഘത്തോട് കൊണ്ട് മറച്ച് എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. വീണ്ടും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ട് ഒരപകടവും നമ്മുടെ ജീവിതത്തിൽ പിണയാൻ പാടില്ല. ഒരു ജീവിതത്തിൻ്റെ ഇടർച്ചയും നമുക്ക് അനുവദിക്കാനിടയാകാത്ത വിധം ദൈവത്തിൻ്റെ സംരക്ഷണം. ഈ മോശയുടെ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പുറപ്പാടിൽ വായിക്കാൻ കഴിയും. ആദ്യത്തെ 40 ആണ്ട് മോശ ജീവിച്ചത് ഫറവോയുടെ കൊട്ടാരത്തിലാണ്. അടുത്ത 40 ആണ്ട് മോശ ജീവിച്ചത് മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട്, അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് ജീവിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ ഒടുവിലാണ്
3-ാം അധ്യായം പുറപ്പാടിൽ നമ്മൾ വായിക്കും, മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയും വളരെ അത്ഭുതകരമായിട്ട് മോശയുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ അനുഭവപ്പെടുകയും മോശ ഇങ്ങനെ സർവാംഗം വിശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ഇസ്രായേലിനെയും കൊണ്ടൊരു മരുഭൂമി യാത്രയ്ക്ക് സജ്ജമാകത്തക്ക വിധം ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ മോശയങ്ങ് ഒരുക്കപ്പെട്ടൊരു വ്യക്തിയായി, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ജീവിതമായി മോശയുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് കാണാൻ പറ്റും. നമ്മളും ഈ ഒക്ടോബറിൽ ഈ അവസാന 10 ദിവസത്തിന് വേണ്ടി ഒരുങ്ങുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ മോശയെ വിശുദ്ധീകരിച്ചതുപോലെ മോശ തൻ്റെ ജീവിതത്തിൻ്റെ കണ്ണും കാതും കരങ്ങളും ഒക്കെ വിശുദ്ധീകരിച്ചു, ഹൃദയം വിശുദ്ധീകരിച്ചു, കേൾവിയെ വിശുദ്ധീകരിച്ചു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മോശയെപ്പോലെ പിന്നീടുള്ള മരുഭൂമി യാത്ര അത് അമ്മയോടുകൂടെയാണെങ്കിലും അമ്മ മേഘത്തൂണായും അഗ്നിസ്തംഭമായും കൂടെയുണ്ടെന്ന് ഉറപ്പോടുകൂടെയിട്ട് മോശയുടെ മരുഭൂമി യാത്രയുടെ ബലം സ്വീകരിക്കാൻ നമുക്കും ആവട്ടെ. നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം. മേഘങ്ങൾക്കിടയിൽ പ്രകാശതാരം പോലെ ജ്വലിച്ചുയരുന്ന പരിശുദ്ധയമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സങ്കടവേളകളിലും ഏത് സന്തോഷത്തിൻ്റെ നിമിഷത്തിലും ഈ അമ്മ സ്നേഹത്തിൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ തണൽ നമ്മുടെ ജീവിതത്തിന് കരുത്തായി മാറട്ടെ. നമുക്കും പരിശുദ്ധ അമ്മയോട് ഇന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ മേഘത്തൂണായും അഗ്നിസ്തംഭമായും ഉണ്ടായതുപോലെ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹന മരുഭൂമിയിലും കൂടെ ഉണ്ടാവണേ. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ മേഘത്തൂണായും അഗ്നിസ്തംഭമായും ഉണ്ടായിരുന്നത് പോലെ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലും മരുഭൂമി അനുഭവത്തിൽ അമ്മ കൂടെ ഉണ്ടാവണേ. ഈ മരുഭൂമിയിൽ നമുക്ക് പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിക്കാം. അമ്മയുടെ വെളിച്ചത്തിൻ്റെ തണൽ പറ്റി, അമ്മയുടെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഇടത്തിൽ നമുക്കും ശോഭിക്കാം. മലമുകളിൽ പണിതുയർത്ത ഗോപുരം പോലെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലിയ അഭിഷേകത്തോടുകൂടെ ശേഷിക്കുന്ന ഇന്നും നാളെയും ഈ 2 ദിനങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നാം ഓരോരുത്തരും 10 ദിവസത്തെ ജപമാലയുടെ പരിസമാപ്തിയിലേക്ക് ഒരുങ്ങുമ്പം വലിയ സ്നേഹത്തോടുകൂടെ ഇന്ന് ആവോളം നമുക്ക് ആവർത്തിക്കാം. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ മേഘത്തൂണായും അഗ്നിസ്തംഭമായും ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം പോലെ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവത്തിൽ അമ്മയുണ്ടാകണേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ മനസ്സിന്റെ ദീപം. പരിശുദ്ധയമ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്ന വിധമൊക്കെ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളെ ധ്യാനമാക്കണതൊക്കെ വലിയ നന്മയാണ്. മെജഗോരിയിലെ പരിശുദ്ധയമ്മയെ വായിക്കാൻ, പഠിക്കാൻ ശ്രമിക്കണേ. ലൂർദിലും ഫാത്തിമായിലും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മയുടെ ജീവിതത്തിലൂടെ ദൈവം സ്വർഗം നമുക്കായി ഒരുക്കുന്ന ആത്മീയ വിചാരങ്ങളെ ഒന്നോർത്ത് പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹമാണേ. റോസാമിസ്റ്റിക്ക മാതാവിനോടും പ്രത്യേകം പ്രാർത്ഥിക്കണേ. കാലഘട്ടത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തൽ നൽകുന്ന മുഴുവൻ ഇടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളായി മാറട്ടെ. നമ്മുടെ ജീവിതത്തെ, നിയോഗങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ ജപമണികളിലൂടെ ചേർത്ത് വെച്ചതൊക്കെയും അതിനു ശേഷം പലവിധത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ, എന്തുമാത്രം സങ്കടമുണ്ട് നമുക്ക്, എന്തുമാത്രം കഷ്ടനഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. മരുഭൂമി അനുഭവങ്ങളിലെ, തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങളിലെ അറിയാത്ത കുറ്റങ്ങൾ അപരാധങ്ങളായി ചാർത്തിയത് ഓർമ്മയില്ലേ? അരുതാത്തതൊക്കെ ചെയ്തുവെന്ന് നമ്മുടെ മേൽ ചാർത്തിയിട്ടില്ലേ?
ഈശോയെ, ഈ സങ്കടങ്ങളെ, ഈ വേദനകളെ, ഈ നൊമ്പരങ്ങളെ മുഴുവനും ഇതാ ദിവ്യകാരുണ്യമാകുന്ന അഗ്നിയുടെ മുമ്പിൽ ഞങ്ങൾ തരികയാണ്. പിശാചിൻ്റെ വലിയ അപകടക്കണിയിൽ നിന്ന് അമ്മ ഇങ്ങനെ അഗ്നിയുടെ കോട്ട കെട്ടി, അഗ്നി വലയം തീർത്ത് നമ്മെ സംരക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം, കൊതിയോടെ പ്രാർത്ഥിക്കാം. കൈവിടില്ല തമ്പുരാൻ, വിട്ടൊഴിയില്ല തമ്പുരാൻ. ആരും മറന്നാലും മറക്കില്ല, അന്ത്യത്തോളം കൂടെ വരും. സ്നേഹിക്കുന്ന വത്സല്യനിധിയായ എൻ്റെ തമ്പുരാൻ്റെ അരികിൽ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചേ, കൊതിയോടെ പ്രാർത്ഥിച്ചേ, ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. നിയോഗങ്ങളെല്ലാം എഴുതി കൈകളിൽ പിടിച്ച് 10 ദിവസം പ്രാർത്ഥിച്ചോണേ. ശാലോം ശുശ്രൂഷയിലായിരിക്കുമ്പം ഓരോരുത്തർക്കും ചെയ്യാം. എന്തൊക്കെ നിയോഗം നീ എഴുതി അയച്ചുവോ, എഴുതാൻ കൊതിക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് എഴുതി കരങ്ങളിൽ ഒരു പേപ്പറിൽ ആ 1 മണിക്കൂർ ആരാധനാവേളയിൽ അതിങ്ങനെ കരങ്ങളിൽ ജപമാലയ്ക്കൊപ്പം നമ്മുടെ കൈകളിൽ ഉണ്ടാവട്ടെ. അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാനെ അഭിഷേകം ചെയ്യണേ. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേശുവിനാരാധന, ഉന്നതനേശുവിനാരാധന. ഈശോയെ, ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ. 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഉൾപ്പടർപ്പിൽ മറിയത്തിൻ്റെ പ്രതിരൂപം മോശയുടെ ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ അമ്മയില്ലാത്തതൊന്നും, അമ്മയോട് ചേർന്നല്ലാത്തതൊന്നും സഭയിൽ നമുക്ക് കാണാനാവില്ല. നമുക്ക് അമ്മയോട് ചേർന്ന് തന്നെ ആയിരിക്കാം. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ മേഘത്തൂണായും അഗ്നിസ്തംഭമായും മാറിയ ദൈവത്തെ പോലെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ അമ്മയുണ്ടാവണേ, അമ്മയുണ്ടാകണേ. ആവണില്ല, പറ്റണില്ല, മുൻപോട്ടിനി യാത്ര സാധ്യമായിട്ട് തോന്നുകയാണ്. ഇടിച്ച് ലാൻഡ് ചെയ്യുന്ന അനുഭവത്തിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം, ഇതിലും വലിയ നാണക്കേട് സഹിക്കാനാവാത്ത വിധം നാനാ ദിക്കിൽ നിന്നും വരിഞ്ഞു മുറുക്കപ്പെട്ട അനുഭവങ്ങൾ. ആരോടാ പറയുക? പക്ഷെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുവോ, ഞാൻ നിന്നെ മറക്കുമോ? ആര് മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. എൻ്റെ തമ്പുരാൻ്റെ വാക്കുകൾ, സ്വർഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തല. ഭയപ്പെടാതിരിക്കാൻ പറയുന്നുണ്ട്. കണ്ണീര് മായ്ക്കാൻ കഴിയുന്നവൻ, സങ്കടം തുടച്ച് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സാധ്യത തുറക്കുന്നവൻ, ആ തമ്പുരാനെ നോക്കിയിട്ട് സ്നേഹത്തോടെ പറയണം, പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കണം, അഭിഷേകത്തോടെ ആയിരിക്കണം. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹത്തോടെ തിരുമുമ്പിലായിരിക്കാം. ഉന്നതനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ആരാധന. ഉന്നതനേ,
പരിശുദ്ധനേ ആരാധന, ഉന്നതനേശുവിനാരാധന, ഉന്നതനേശുവിനാരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ശലോം പ്രേക്ഷകരെ, ഒരുപാട് സ്നേഹത്തോടെ ഈ നാളുകളിൽ നിയോഗങ്ങളെല്ലാം ചേർത്തുവെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനത്തെ 22-ാം തീയതി മുതലുള്ള 10 ദിവസങ്ങൾ ആരാധനയിൽ നാം ഓരോരുത്തരും ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവതിരുമുമ്പിലേറെ സ്വീകാര്യമാകാൻ വേണ്ടി ഈ 7 ദിവസങ്ങളിൽ നമ്മളൊരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും മന്ത്രം പോലെ മനസ്സിൽ ഉരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാത്മീയതയുടെ ചെറിയ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അവസാനത്തെ 10 ദിവസത്തെ ജപമാല സമാപനത്തിൽ വലിയ ദൈവാനുഗ്രഹം എഴുതിക്കൊടുത്ത പ്രാർത്ഥനകളൊക്കെയും സ്വർഗം സ്വീകരിക്കുമാറ് അഭിഷേകത്തിലും അനുഗ്രഹത്തിലുമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. സംരക്ഷകയായ പരിശുദ്ധയമ്മേ, തിന്മയുടെ കെണിയിൽപ്പെടാതെ കാത്തുപാലിക്കപ്പെടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയയ്ക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.